ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐഷൂസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ ഡെസേർട്ടുമായിട്ടാണ്. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഫുൾ ക്രീം പാൽ തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇത് തിളക്കാൻ വെക്കാം. ഈ ടൈം 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് നന്നായി കട്ട പിടിക്കാത്ത രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും പാല് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ 5 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഇത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. വനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡ് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കണം. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ കട്ട പിടിക്കും, അതുകൊണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത്. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും, അധികം കുറുക്കേണ്ടതില്ല. സ്പൂണിൻ്റെ ബാക്കിൽ ഇങ്ങനെ എടുത്തൊരു ലൈൻ ഇട്ട് കൊടുത്താൽ അതുപോലെ തന്നെ നിൽക്കുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് 1/2 കപ്പ് തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീമും 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡുമാണ്. ഫ്രഷ് ക്രീമിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്ത ബ്രെഡിൻ്റെ മുകളിലേക്ക് ആക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം. ശേഷം ഇതിന് മുകളിലായി വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്.
അതിന് മുകളിലായി നേരത്തെ ചെയ്ത പോലെ തന്നെ കസ്റ്റാർഡ് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് പൊടിച്ചതും ചെറിയും വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തത്. അപ്പോൾ ഇത് അടിപൊളി അറേബ്യൻ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്